ഇവിടുത്തെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ കഴിഞ്ഞ 7.5 വർഷക്കാലത്താണ് PWD വകുപ്പിൽ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് എക്സിക്യൂഷൻ പ്രവൃത്തി കൊടുത്തത്. ഈ മരുവ മന്ത്രി റിയാസ് വന്നപ്പോഴാണ് അതിന്റെ പരമെത്തിയത്. ശ്രീ റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയത് മുതൽ 94% വർക്കുകളും ഡയറക്റ്റ് എക്സിക്യൂഷനിലാണ് PWD കൊടുത്തിരിക്കുന്നത്. ആ 6% കരാറുകാർക്ക് കോടിക്കണക്കിന് കൊടുക്കാൻ പാടില്ല. ഡയറക്റ്റ് എക്സിക്യൂഷൻ പണികൾക്ക് പണം കൊടുക്കാൻ. ആ ഡയറക്റ്റ് എക്സിക്യൂഷൻ പണി കൊടുക്കുന്നത് പല സൊസൈറ്റികൾക്കുമാണ്. ഇവിടെ സൊസൈറ്റി ഉണ്ട്, അങ്ങനത്തെ കുറെ കടലാ സൊസൈറ്റികളുണ്ട്. ഈ സൊസൈറ്റികൾക്ക് വർക്ക് കൊടുക്കുമ്പോൾ എസ്റ്റിമേറ്റ് തുകയേക്കാൾ 10% കൂട്ടി കൊടുക്കാം. ആ 10% മാറ്റി മേടിക്കുക. ഓരോ പ്രവൃത്തിയിലും തട്ടിപ്പ് നടത്തുന്നു, ഓരോ പദ്ധതിയിലും കമ്മീഷൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കും വരുമ്പോൾ CPIM എന്ന പാർട്ടിയുടെ പൂർണ്ണരൂപം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലേക്ക് 7.5 വർഷം പിന്നിടുമ്പോൾ അത് കറപ്ഷൻ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റായി അധപ്പതിച്ചിരിക്കുന്ന കേരളത്തിൽ അതിന്റെ പരിണിത ഫലമാണ് നമ്മളെ കരുതുന്നത്. ഇനി കാര്യം ടോട്ടൽ പറയും, ഒരു കാര്യം അവസാനിപ്പിക്കുകയാണ്. ഈ സമരത്തിൽ കോഴിക്കോട് ജില്ലയിൽ മറ്റൊരു പ്രതിഷേധം കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സത്യം പറഞ്ഞ പോലെ നമ്മളോടൊപ്പം ഈ സമരത്തിൽ ഇരിക്കേണ്ട, മുമ്പിലിരിക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാജൻ ഇന്ന് മാനന്തവാടി ജയിലാണ്. 5-6 ദിവസമായി കിടക്കുന്ന മാനന്തവാടി ജയിലിൽ. ഞാനിപ്പോൾ അത്തോളിയിൽ നിന്നാണ് വരുന്നത്. അത്തോളിയിലെ 10 പഞ്ചായത്ത് മെമ്പർമാർ അവിടെ നിരാഹാര സമരമാണ്. ആ സമരം ഉദ്ഘാടനം ചെയ്ത് കൊണ്ട് വരുന്നത്. എന്താ കുറ്റമെന്നറിയോ? ജനാധിപത്യത്തിൽ പരിശോധിച്ചു. എന്റെ പേരിൽ 65-66 കേസുണ്ട്. ഒരിക്കലും ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരിൽ കേസുകളുണ്ട്. കേസെടുക്കുന്ന എതിരുമല്ല, ദൈവസ്ഥാനിച്ച് പിണറായി വിജയന്റെ കേസെടുത്ത് പേടിയില്ല. പക്ഷേ അതിലും വേണം ഒരു മാന്യത. അത്തോളി പോലീസ് സ്റ്റേഷനിലേക്ക് KPCCയുടെ ആഹ്വാനപ്രകാരം മാർച്ച് നടക്കും. ആ മാർച്ചിന് കേസെടുക്കുന്ന എടുത്തോട്ടെ, കുഴപ്പമില്ല. അതിനകത്ത് IPC 333 വകുപ്പ് ചേർക്കാൻ. 333 വകുപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രീവസ് ഹേറ്റ് ടു ദി പബ്ലിക് സർവന്റ് ആണ്. പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്ക് എല്ല് പൊട്ടുകയോ ആഴത്തിലേറിയ മുറിവുണ്ടായെങ്കിൽ വകുപ്പെടുക്കാം. ആ വകുപ്പിന് ജാമ്യമില്ല. കോടതിയെ നമ്മൾ കുറ്റം പറയുന്നില്ല. പോലീസ് എന്ന രേഖയനുസരിച്ചാണ് ഓരോ കേസിന്റെയും മെറിറ്റ് കോടതി തീരുമാനിക്കാം. അത്തോളിയിലെ പോലീസ് 333 വകുപ്പ്. അതിനകത്തുണ്ടായ സംഭവം അറിയോ? ആദ്യം ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ലിനീഷ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രവർത്തകനെ അവശയായി കിടക്കുന്ന അമ്മയ്ക്ക് ഈ ഭക്ഷണമായി പോകുമ്പോൾ ആശുപത്രിയിൽ അറസ്റ്റ് ചെയ്തു. അവന്റെ അമ്മ അത് കഴിഞ്ഞ് മരണപ്പെട്ടു. സ്വന്തം വിദേശത്തുള്ള ജോലി അമ്മയെ നോക്കാൻ വേണ്ടി ഉപേക്ഷിച്ചിരുന്ന മകന് അമ്മ അന്ത്യശ്വാസം വലിക്കുമ്പോൾ അടുത്തുണ്ടാകാൻ സാധിച്ചില്ല ഈ പോലീസുകാർ. പിന്നീട് ഇപ്പോൾ ബിന്ദു രാജൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാജൻ, ബാലുശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ജെയ്സൺ അത്തോളി, ഉള്ളേരി മണ്ഡലം പ്രസിഡന്റ് സുരേഷ്, അത്തോളി മണ്ഡലം പ്രസിഡന്റ് സുനിൽ എന്നിവരുള്ളവർ 10 പേര് ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഞാൻ അത്തോളിന്റെ കാര്യം പറഞ്ഞാവുന്നത് ഇതിനൊരു പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പിന്തുണ ആവശ്യപ്പെട്ടാണ്. ഇന്ന് അവർ നിരാഹാരം നടക്കുന്നു. നിരാഹാരം നമ്മുടെ സമരമുറയാണ്, തർക്കമില്ല. പക്ഷേ ആ നിരാഹാരം കൊണ്ട് അവസാനിക്കില്ല. അവർ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കോഴിക്കോട്ടെ കോൺഗ്രസ് ആ കേസ് എഴുതിയ പോലീസുകാരന്റെ വീടിന് മുമ്പിൽ സമരവുമായി പോകും. ആ സമരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെട്ടതുകൊണ്ട് മാടഞ്ചേരിയിൽ അപേക്ഷിക്കുന്നു മുഴുവൻ ജനപ്രതിനിധികളെ സംബന്ധിച്ച് ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവറ്റകൾ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. KSU ജില്ലാ പ്രസിഡന്റ് സൂരജിനെയും പ്രവർത്തകരെയും ഒരു പോലീസ് ഓഫീസർ കഴുത്ത് ഞെരിച്ചു പിടിച്ച് കസബ സ്റ്റേഷനിൽ ആക്രമിച്ചു, ക്രൂരമായി മർദ്ദിച്ചു. അന്നത് ചെയ്ത പോലീസ് ഓഫീസറും വീട്ടിലേക്ക് ഞാൻ മാർച്ച് വെച്ചു. അന്ന് ചില ആളുകൾ പറഞ്ഞു കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ അമ്മായി കോൺഗ്രസ് ആണ്, അമ്മ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. ഒരു തവണ മാറ്റി കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് അവസാനത്തെ മാറ്റലാണ്, ഡേറ്റ് നാളെ പ്രഖ്യാപിക്കും. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അതിൽ ആ FIR-ൽ ഒപ്പിട്ട പോലീസുകാരൻ, ആ കേസെടുക്കാൻ നിമിത്തക്കാരനെ പോലീസുകാരൻ അവന്റെ വീടിന് മുമ്പിൽ കോൺഗ്രസ്, ജില്ലയിലെ കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കും. ഈ തെമ്മാടിത്തരം ഇനി അവതരിപ്പിച്ചോളാം. ജയിലിൽ കിടക്കുന്ന ബിന്ദു രാജനും സഹപ്രവർത്തകർക്കും ഈ സമരം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. അത്തരമൊരു തീരുമാനമെടുത്ത നിങ്ങളെ ജില്ലയിലെ കോൺഗ്രസിന് വേണ്ടി അഭിനന്ദിച്ചു.
ഒരിക്കൽ കൂടി പറയുന്നു, ഈ സമരം ശക്തമായി മുന്നോട്ട് പോവുക. ആ സമരത്തിന്റെ പിന്നിലല്ല, മുന്നിൽ സംസ്ഥാനത്തെയും ജില്ലയിലെയും കോൺഗ്രസ് ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഗാന്ധിജി സ്വപ്നം കണ്ട് രാജീവ് ഗാന്ധി നിയമം കൊണ്ടുവന്ന് ഏക്കിയായി നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണം, പഞ്ചായത്തി രാജ് നിയമം അട്ടിമറിക്കാതിരിക്കുക